ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തേതൊരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ 5 മണി ആയപ്പോഴത്തേക്കും എണീറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്കും അമ്മ എണീറ്റ് വെള്ളമൊക്കെ കുടിക്കാനുള്ള തിളപ്പിക്കുക അങ്ങനത്തെ ഓരോ പണികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പുറകെ തന്നെ ഉഷാമ്മ എഴുന്നേറ്റ് വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ലഞ്ചിന് ചോറും കറികളും വെക്കേണ്ട തക്കാളി ചോറ് വെക്കാമെന്ന് തലേന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒത്തിരി നാളായി തക്കാളി ചോറ് ഉണ്ടാക്കിയിട്ട്. അത് മാത്രമല്ല, പാത്തുവിന് ഇന്നും സ്കൂളിൽ ഇങ്ങനെ ചോറ് കൊടുത്തുവിടുമ്പോൾ മടിയാവും കേട്ടോ കൊണ്ടുപോകാനായിട്ട്. ഞാനാകുമ്പോൾ അവൾക്ക് എന്നും എന്തെങ്കിലുമൊക്കെ മാറി മാറിയാണ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത്. അമ്മമാർക്ക് അങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന പോലത്തെ സാധനങ്ങളൊന്നും എല്ലാം ഒന്നും ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ടാണ് അവർ പിന്നെ ചോറും കറിയും തന്നെ വെക്കുന്നത് കേട്ടോ രാവിലെ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും തക്കാളി ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജീര റൈസൊക്കെ കഴുകി എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം ഒഴിച്ച് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കുക്കാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അമ്മയാണെങ്കിൽ അതിന് വേണ്ട സവോളയൊക്കെ ഒന്ന് അരിയുന്നുണ്ട് കേട്ടോ. പിന്നെ ദിനു എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിനു എണീറ്റ് വന്നപ്പോൾ ഉറക്കം റെഡിയാവാത്തതുകൊണ്ട് ആകപ്പാടെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം തനു അങ്ങ് കരച്ചിലായിരുന്നു രാത്രിയിൽ. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ഡോക്ടറെ കാണിച്ചുകൂടെ എന്ന്. നമ്മൾ ഡോക്ടറോടൊക്കെ സംസാരിച്ചാണ് 2 വയസ്സ് വരെ ചില കുട്ടികൾ ഇങ്ങനെ ആയിരിക്കും എന്നാണ് ഡോക്ടർമാർ പറഞ്ഞു കേട്ടോ. അവൾ എല്ലാ ദിവസവും ഇങ്ങനെ ഉറങ്ങാതിരിക്കണം എന്നില്ല, പക്ഷേ അടുപ്പിച്ച് 3-4 ദിവസമൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മാനേജ് ചെയ്യാനായിട്ട്. അപ്പം നമുക്കാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. ഓഫീസിൽ പോകുമ്പോൾ അതും പറ്റത്തില്ലല്ലോ. ഇപ്പം മറ്റേന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുമായിരുന്നു. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രാത്രിയിൽ ഇവൾ കരയുമ്പോൾ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ദിനുവിന് മാറിക്കിടന്നാൽ മതി, റൂം മാറിക്കിടന്നാൽ ദിനുവിന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട്. അങ്ങനെ ഞാൻ അരിയൊക്കെ തിളയ്ക്കാനായിട്ട് വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ വന്ന് സോഫയിൽ ഇരിക്കുകയായിരുന്നു. അമ്മമാരോട് അതൊന്ന് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇടാനും അതുപോലെ വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുമ്പോഴാണ് കേട്ടോ ബുദ്ധിമുട്ട്. അല്ലാതെ നമുക്ക് ജോലി ചെയ്യുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. ഒരുപാട് നേരം നിന്നും ഒരുപാട് നേരം ഇരുന്നും ഒന്നും ചെയ്യാൻ പാടില്ല, കുനിയാനും പാടില്ല, കുഞ്ഞിനെ താഴേന്ന് കുനിഞ്ഞ് പൊക്കി എടുക്കരുത്. അത്രയും കാര്യങ്ങളാണ് ഡോക്ടർ എന്നോട് ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് ജോലിയൊന്നും ചെയ്യാതെ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം അങ്ങനെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ അങ്ങ് ഇരുന്ന് പോകുമല്ലോ. പിന്നെ പെട്ടെന്നൊരു ദിവസം അമ്മമാർ രണ്ടുപേരും അങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ എനിക്ക് വീണ്ടും വേദന വന്നാൽ പിന്നെ അവർ തിരിച്ച് വരേണ്ടി വരത്തില്ലേ. അപ്പം കുറച്ച് ജോലികളൊക്കെ ചെയ്ത് മാനേജ് ചെയ്ത് പോയാലേ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ റൈസൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ അരിപ്പയിലേക്കൊന്ന് വാർത്തിടുന്നുണ്ട്. പിന്നെ ഉഷാമ്മയാണെങ്കിൽ ഉരുളിയൊക്കെ അന്നേരത്തേനും തക്കാളി ചോറ് വെക്കാനുള്ളത് കഴുകിയെടുത്ത് സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് തക്കാളി ചോറ് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അടുപ്പിക്കാം. അപ്പോൾ അമ്മയാണെങ്കിൽ പാത്രമൊക്കെ കഴുകി കൊണ്ട് വെക്കുന്നുണ്ട്. ഓരോരുത്തരും ഓരോ ജോലികളിലാണ് കേട്ടോ. അപ്പം ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഇപ്പം 3 പേരും കൂടെ ആയിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അമ്മമാരാണെങ്കിലും ഒറ്റയ്ക്ക് അവർക്ക് പറ്റത്തില്ല. കാരണം ഈ പഴയ പ്രായമല്ലല്ലോ. ഇപ്പം അവർക്ക് ഓരോരോ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് അവർക്ക് സ്പീഡ് ജോലികൾ തീർക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം ഞാനും കൂടെ എണീറ്റ് വന്ന് ചെയ്താലേ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ തക്കാളി ചോറ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് സിമ്പിളായിട്ട് പറഞ്ഞു. ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കേട്ടോ. കുറച്ച് ഓയിലും നെയ്യും കൂടെ മിക്സാക്കി ഒഴിച്ചിട്ട് ഞാൻ അത് ചൂടായി വന്നപ്പോൾ കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ ഓരോ ടീസ്പൂണ് നമ്മൾ കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പുണ്ടല്ലോ, നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് ചൂടായി ഒക്കെ ഒന്ന് പൊട്ടി വരുന്നൊരു സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ഞാനൊരു വറ്റൽമുളകും കൂടെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം എരിവ് ഇല്ലാതെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് 2 മീഡിയം സവോള സ്ലൈസായിട്ട് അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ സവോളയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സവോള നന്നായിട്ട് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. സവോളയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1/4 ടീസ്പൂൺ മുളക് പൊടി, അത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ആ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ പച്ചമുളക് ചേർത്ത് നിങ്ങൾക്ക് എരിവ് താല്പര്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എരിവ് കുറച്ച് മതി എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 4 വലിയ നല്ല പഴുത്ത തക്കാളിയാണ് അരിഞ്ഞിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ തക്കാളി നല്ലോണം വെന്ത്
വെന്ത് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് അത് നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ അതവിടെ കുക്കാകാൻ വേണ്ടി വെച്ച സമയത്ത് തനു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് എന്തായാലും നല്ല മൂഡിലാണ് എണീറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അമ്മമ്മ കുറച്ച് നേരമൊക്കെ എടുത്തുകൊണ്ടിരുന്നത് കഴിഞ്ഞപ്പോൾ പിന്നെ തന്നെ ഇങ്ങ് ഇറങ്ങി പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വന്ന് കിച്ചണിൽ നോക്കി നിൽക്കുകയാണ് എന്താ സംഭവം. ട്രൈപ്പോഡൊക്കെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ഇടയ്ക്കൊക്കെ വന്നൊന്ന് ടച്ച് ചെയ്തൊക്കെ നോക്കും കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ എടുക്കണമെന്നും പറഞ്ഞ് വാശി പിടിച്ചിട്ട് എന്നോട് വന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ കണ്ടില്ലേ കരച്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് തക്കാളിയുടെ അടപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നല്ല വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് കുക്ക് ചെയ്ത സമയത്ത് ഉപ്പിട്ടിട്ടാണ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മസാലയിലേക്ക് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഇനി ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്കൊന്ന് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 1.5 കപ്പ് റൈസ് നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിന് ഈ മസാല കറക്റ്റാണ്. നല്ലതായിട്ട് മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് നെയ്യും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആഡ് ചെയ്യാത്തത് അധികം എണ്ണയാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ആവശ്യത്തിന് നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചതാണല്ലോ. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തപ്പോൾ നമ്മുടെ തക്കാളി ചോറൊക്കെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പും എരിവും എല്ലാം പാകത്തിനാണ് കേട്ടോ. അങ്ങനെ എൻ്റെ അടുക്കളയിലെ പണി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പാത്തുവിനെ വിളിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ പാത്തുവിന് വയ്യാന്നുള്ള വീഡിയോ കണ്ടിട്ട് എന്തുമാത്രം കമൻസും മെസ്സേജസും വന്നതെന്നറിയാമോ. പാത്തുവിന് ഓക്കെ ആണോ, എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് പാത്തു ഓക്കെ ആണ് കേട്ടോ. അപ്പോൾ അന്വേഷിച്ച ഞങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അവൾ ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ പലരും വീഡിയോസ് കണ്ടിട്ട് എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ ഫാമിലി എത്ര ബ്ലെസ്ഡാണ്, എപ്പോഴും ഹാപ്പിയാണ്, ഇങ്ങനെയായിരിക്കണം ഒരു കുടുംബം എന്നൊക്കെ. സത്യത്തിൽ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ കുറച്ച് മിനിറ്റുകൾ മാത്രമാണ്. അതിനപ്പുറം ഒരു ജീവിതം ഞങ്ങൾക്കുമുണ്ട്. എല്ലാവരെയും പോലെ തന്നെ ജീവിതത്തിലെ ടെൻഷനുകളും വിഷമങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കണ്ണീരും ക്ഷീണവും അങ്ങനെയെല്ലാം. പക്ഷേ ആ പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടല്ല ഞങ്ങൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നത്. അവയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് വ്യത്യാസം. എല്ലാ കുടുംബ ബന്ധങ്ങളിലും ചെറിയ പിണക്കങ്ങളും വഴക്കുകളും സ്വാഭാവികമാണ്. പക്ഷേ കഴിയുന്നത്ര അത് നീട്ടിക്കൊണ്ട് പോകാതെ നമ്മൾ ആരെങ്കിലും ഒരാൾ ആദ്യം സംസാരിക്കാനായിട്ട് ശ്രമിക്കും. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയ സമയത്തെടുത്ത ആദ്യത്തെ ഒരു ഡിസിഷനും അതായിരുന്നു. പിണക്കങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ തന്നെ അത് പറഞ്ഞ് സോൾവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈഗോയ്ക്ക് പകരം ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കും. പെർഫെക്റ്റ് ഫാമിലി എന്നൊന്നും ഇല്ല. പക്ഷേ പരസ്പരം മനസ്സിലാക്കാനും ക്ഷമിക്കാനും പങ്കാളിയെ അവരായി തന്നെ കാണാനും ശ്രമിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അത് ആരുടെ വീഡിയോ ആയാലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് മറ്റൊരാളുടെ ജീവിതം കണ്ട് സ്വന്തം ജീവിതത്തെ താരതമ്യം ഒരിക്കലും ചെയ്യരുത്. ഓരോ കുടുംബത്തിനും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കുറച്ചുകൂടി നല്ല മനുഷ്യരാകാനും നല്ല മാതാപിതാക്കളാകാനും നല്ല പങ്കാളികളാകാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഞങ്ങളുടെ കഥ മാത്രമല്ല കേട്ടോ, പല കുടുംബങ്ങളിലെയും കഥയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ബന്ധങ്ങൾക്ക് സമയം കൊടുക്കൂ, പരസ്പരം കേൾക്കൂ, ചെറിയ കാര്യങ്ങൾ വലുതാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കൂ. സന്തോഷമുള്ള കുടുംബങ്ങൾ ഉണ്ടാകുന്ന അവർക്ക് പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടല്ല, പ്രശ്നങ്ങൾ വന്നാലും ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇതൊക്കെ സംസാരിച്ച് നിന്ന സമയത്ത് ഞാൻ എല്ലാവരുടെയും ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ പാത്തൂനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാത്തൂനെ അമ്മ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അവളുടെ മുടിയൊക്കെ കെട്ടി അവൾക്ക് പൊട്ടൊക്കെ ഞാൻ തൊട്ട് കൊടുക്കുന്നുണ്ട്. തനു ആണെങ്കിലും എൻ്റെ പുറകിന് അവിടെ തന്നെ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ നോക്കിക്കൊണ്ട്. കാരണം അവൾക്ക് വേണ്ടിയിട്ട് പൊട്ടൊക്കെ തൊടാനായിട്ട് എടുക്കുമ്പോൾ അതിനകത്തു നിന്നെല്ലാം അവൾക്ക് എടുത്ത് കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവളിങ്ങനെ വന്ന് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അമ്മ റെഡി ആവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. കാര്യം പാത്തുവിനെ ഇന്ന് സ്കൂൾ ബസ്സിലാണ് വിടുന്നത്. അപ്പോൾ ദിനു ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവളെ കൊണ്ട് വിടാമെന്നും പറഞ്ഞിട്ട് റെഡി ആവാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നും കൂടെ അവൾക്ക് എക്സാം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ലാസ്റ്റ് എക്സാം കന്നഡയായിരുന്നു. അപ്പം എക്സാമൊക്കെ കഴിഞ്ഞ ആൾ ഫ്രീ ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ലിഫ്റ്റ് വരാനായിട്ട് കുറേ വൈകുന്നു. കാരണം ആരോ കുട്ടികൾ കയറിയ സമയത്ത് എല്ലാ ഫ്ലോറിലും പ്രസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലിഫ്റ്റ് വരാൻ ലേറ്റ് ആയതുകൊണ്ട് തനുവിൻ്റെ കൂടെ കളിക്കുകയാണ് കേട്ടോ പാത്തു. അങ്ങനെ പാത്തുവിൻ്റെ കയ്യിൽ കുറച്ച് നേരം പോയി. അത് കഴിഞ്ഞ് ക്യാമറ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഹായ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ തന്നെത്താനെ നോക്കിയിട്ട്. അങ്ങനെ പാത്തു തെരുതെരെ എല്ലാവർക്കും ഉമ്മയൊക്കെ തന്നിട്ട് പിന്നെ അങ്ങ് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചേച്ചി പോയി കഴിഞ്ഞപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ ഭയങ്കര കരച്ചിലായിരുന്നു തനു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് മാക്സിമം കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് അവളങ്ങ് നോക്കിയാവും ദേഷ്യം വന്നിട്ട് അമ്മേനെ അങ്ങ് ഞുള്ളാനൊക്കെ പോവാണ് കേട്ടോ.
പിന്നെ ദിനു ജിമ്മ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഫ്രൂട്ട്സൊക്കെ കഴിഞ്ഞിരിക്കുമായിരുന്നു. ആകെ മാങ്കോ മാത്രം ഇരിപ്പുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ പേരയ്ക്കയും ആപ്പിളും ഏത്തപ്പഴവും ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒക്കെ കോണും കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചേച്ചി ബാക്കി വെച്ചിട്ട് പോയ ഇഡ്ഡലിയുടെ ബാക്കി തന്നെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഈ ആകെപ്പാടെ ഞാൻ ഈ വീഡിയോ എടുത്ത് ഈ 2-3 വായ കേട്ടോ അതിൽ നിന്ന് കഴിച്ചത്. ബാക്കി അതേപടി അവൾ അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ദിനു ഷൂ പോളിഷ് ചെയ്യാനായിട്ട് വെളിയിലേക്ക് ഇറങ്ങി. ഇപ്പോൾ പോയി നിന്ന് കാറ്റ് അടിക്കുവാണ് കേട്ടോ. നമ്മുടെ ബാൽക്കണി തുറന്നു കഴിഞ്ഞാലും നല്ല കാറ്റാണ്. പ്രത്യേകിച്ച് നമ്മുടെ മെയിൻ ഡോറും കൂടെ തുറന്നിട്ട് കഴിഞ്ഞാൽ ആ സൈഡിൽ നിന്ന് നല്ല കാറ്റടിക്കും. അപ്പം ഞാൻ പറയായിരുന്നു, തനു നീ പറന്നു പോകും, നീ ഇങ്ങോട്ട് വരാനായി. കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഡോർ ഇനി അടയ്ക്കുന്നിടം വരെ അവിടെ നിൽക്കും. പിന്നെ അത് കഴിഞ്ഞ് അമ്മ വേസ്റ്റ് കെട്ടാൻ പോകാമെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ ഡയപ്പർ ഇടുന്ന കവറാണ് കേട്ടോ. ആ കവർ എടുത്തുകൊണ്ട് വന്ന് റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് അമ്മയുടെ കൊടുക്കുവാണ്. ഇപ്പോൾ ആകെപ്പാടെ അവളെ കൊണ്ടുള്ളൊരു ടെൻഷൻ എന്ന് വെച്ചാൽ നമുക്ക് കിച്ചണിൽ വരുമ്പോൾ അവൾ ഈ ഗ്യാസിൽ സ്റ്റൗവിൽ പിടിച്ചിട്ട് എപ്പോഴും തിരിക്കും കേട്ടോ. നമുക്ക് സ്റ്റൗ എടുത്ത് എങ്ങോട്ട് മാറ്റി വെക്കാനൊരു ഓപ്ഷനും ഇല്ല. അപ്പോൾ അവൾക്കിപ്പോൾ എത്താൻ തുടങ്ങിയപ്പോഴത്തേക്കും അവൾ എപ്പോഴും അത് വന്ന് തിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടിട്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ആകെപ്പാടെ പണിയാകും. അപ്പോൾ അതൊരു ടെൻഷനാണ് കേട്ടോ ഞങ്ങൾക്ക്. പിന്നെ ദിനു പോകാനായിട്ട് റെഡിയായിട്ട് വന്നിട്ട് മുട്ടയൊക്കെ പൊരിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ അത് കഴിക്കുന്നുണ്ട്. ഞാൻ ദിനുവിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പേരയ്ക്കൊക്കെ ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്യാണ് കേട്ടോ ഇരുന്നിട്ട്. പാത്തൂനാണെങ്കിലും തനുവിനാണെങ്കിലും പേരയ്ക്ക ഇഷ്ടമാണ്. അപ്പോൾ അവർക്കും കൂടെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ദിനു പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ദിനു പോകാൻ ഇറങ്ങിയപ്പോൾ പതിവില്ലാതെ ഒരു ബായി ഒക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ വാതൊക്കെ പോയി നിന്ന് എപ്പോഴും കരയാറാണല്ലോ പതിവ്. ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അല്ലാതെ തന്നെ ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇങ്ങ് പോന്നു. പിന്നെ ഞാൻ ദിനു പോകുന്നത് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങ് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ പുറകിനും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കരഞ്ഞൊന്നുമില്ല. ദിനു ഓഫീസിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ എനിക്കും കൂടെ മുട്ട പൊരിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും മുട്ട പൊരിച്ചതും ഒരു പീസ് പേരക്കയും കൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. പിന്നെ എനിക്ക് വേദന കുറഞ്ഞെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോവാറായോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. 2 ആഴ്ച മരുന്ന് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ സർജറിക്കായിട്ട് ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞ്. കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ വിളിച്ച് വിവരം പറയാനാണ് കേട്ടോ പറഞ്ഞത്. വെറുതെ ട്രാവൽ ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് ഇപ്പം മരുന്ന് ഇന്നലെ കൊണ്ടാണ് കേട്ടോ തീർന്നത്. അപ്പോൾ പെയിൻ കില്ലറൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വേദന ചെറുതായിട്ടൊക്കെ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. ദൈവം സഹായിച്ച് ഇപ്പോഴത്തെ രീതിക്കാണെങ്കിൽ എനിക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.